ഹാറൂൺ സോറി ഹാറൂണിനെ അറിയാലോ, നമ്മൾ വീണ്ടും വന്നു. ഓക്കെ 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 നിങ്ങൾക്കറിയാം ഞാൻ ആരാന്ന് അറിയുമോ? അറിയില്ല. ഇല്ലല്ലോ ഇല്ലോ ഞാൻ ആരാ? അതല്ലേ ഇപ്പം നിങ്ങളുടെ ചോദ്യം. ഞാനാണ് ഈ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കളിച്ച് ഫണ്ണിന് വേണ്ടി ഞാൻ വന്നതാണ്. എൻ്റെ പേര് ഹാറൂൺ. ഒക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുമെന്ന് നമുക്കറിയില്ല. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കണം, സബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയോട്ട് പോവാം. പിന്നെ ഇപ്പോഴത്തെ ഒരു കാര്യം കാണിച്ചു തരുന്നല്ലോ അല്ലേ. ഞങ്ങൾക്ക് വലിയ ടീമൊന്നുമില്ല, പൊട്ട ടീമാണ്. വലിയ ടീമൊന്നുമില്ല. ഇതാണ് എൻ്റെ ടീം. ബാക്കൊക്കെ മരപ്പൊട്ട അറിയാലോ മരപ്പൊട്ട സാധനങ്ങളാണ്. കൂടുതലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയത് തന്നെയാണ്. ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, ഒന്ന് പൈസ കൊടുത്ത് മേടിച്ചതല്ല. പിന്നെ ഈ കിമ്മിച്ചിന് മാത്രം കുറച്ച് കഷ്ടപ്പെട്ട് മേടിച്ചതാണ്. കുറേ കഷ്ടപ്പെട്ട് കളിച്ചു, അങ്ങനെ കിട്ടിയതാണ്. എൻ്റെ ഫോർമേഷൻ കണ്ടിട്ട് വലിയ കാര്യമാകട്ടെ. എനിക്ക് മാത്രം കിട്ടുന്ന ഒരു ഫോർമേഷനാണ് ഇത്. അടിപൊളി ഫോർമേഷനാണ്. ഒരാൾ ഇവിടെ വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഫോർമേഷനായിരുന്നു ഞാൻ പണ്ട് കളിച്ചിരുന്നത്. കാരണം ഈ ഫോർമേഷൻ ഇട്ട് കളിക്കുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ സെൻറ്റർ ബാക്ക് കുറവാണ്. വാൻഡേക്കുണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയത്, അങ്ങനെ ഇറക്കേണ്ടി വരും. വാൻഡേ കൂടെ വാൻഡേക്കിനെ ഞാൻ വിട്ടോ പെട്ടു. കാരണം വാൻഡേക്കിനെ ഞാൻ വിറ്റു, അറിയാണ്ടൊന്ന് വിറ്റുപോയി. സാരമില്ലല്ലോ, സാരമില്ല ഗൈസ്. ഇപ്പം ഇങ്ങനെ നോട്ടെ, എനിക്ക് വേണ്ട. ഈ ടൈപ്പിലാക്കണം എന്നാണ്. പക്ഷെ ഒറ്റ എടുത്തിന് ഇങ്ങനെ നടക്കില്ല, ഒരു പ്രശ്നം. പിന്നെന്താ സുഖമല്ലേ, സ്കൂളൊക്കെ തുടങ്ങിയില്ലേ? ഇപ്പം തുടങ്ങി. ഒന്ന് പോയിരുന്നു ഞാൻ, കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയോ ഇപ്പോഴത്തായിട്ട്? ഷോപ്പിന് പോകാനോ മാറ്റണമല്ലോ. പിന്നെക്ക് നല്ലപോലെ പ്ലേയേഴ്സിനെ ഉച്ചരിക്കാനൊന്നും അറിയില്ല. അത് പറഞ്ഞിട്ട് എന്നെ കളിയാക്കരുത് പ്ലീസ്, ദയവായി കളിയാക്കരുത്. പിന്നെ ഇപ്പം എന്താ കളിക്കുക? ഒക്കെ ഞാൻ കളിച്ച് തീർത്ത് വെച്ചിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ലോഗിൻ ചെയ്താൽ മതി, കോയിനുകളായിക്കോളും. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വിക്ക് മാച്ച് അടിച്ച് നോക്കാം. ഇതിൽ എന്താ വരിക? ക്വിക്ക് മാച്ച് അടിച്ചാൽ എന്താ വരിക? എനിക്കറിയില്ല. ക്വിക്ക് മാച്ച് അടിച്ചാൽ എന്താ വരിക? അടിച്ച് നോക്കാം. ശരിക്കത്തെ പ്ലെയറൊക്കെ വരുമോ? വരികയാണെങ്കിൽ നമുക്ക് കളിച്ച് നോക്കാം. പിന്നെ നിങ്ങളൊക്കെ സ്കൂളിൽ എന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് കിട്ടിയോ? പിന്നെ നമുക്ക് നല്ല ലാഗ് ഉണ്ടാവും, കാരണം ടാബിലാണ് കളിക്കണം. എൻ്റെ അവസ്ഥ അതാണ്. കുറച്ച് തന്നെ നമ്മൾ സാധനം മാറ്റും. നമ്മൾ ടാബില്ലാത്ത നല്ല ഫോൺ എടുക്കും. പിന്നെ അത്യാവശ്യം നല്ല ഡീൽ ഉണ്ടാവും വീഡിയോസിനൊക്കെ. കാരണം ഗൈസ് ഇത് പൊട്ടനാകുന്നുണ്ട്. അവിടെ ടീം നോക്കാം. പൊട്ടനാ വലിയ പ്ലെയറും സിമ്പിളായിട്ട് ജയിക്കാവുള്ളൂ. വലിയ പ്ലെയറൊന്നും ഇല്ല. നോക്കാം ഗൈസ്. പിന്നെ എംബാപ്പെ, നേരത്താ അടിപൊളി എംബാപ്പേറ്റ. അത് ഫ്രീ ട്രയൽ കിട്ടിയാണ്,
പിന്നെ ആ കൊള്ളാറിനൊക്കെ ഫ്രീ ട്രയൽ കിട്ടിയതാണ്. അല്ലാണ്ട് അതുവരെ പൈസ കൊടുത്തിട്ട് എടുത്തിട്ട് മേടിച്ചിട്ടില്ല. മറ്റേ കോയിൻ കൊടുത്തിട്ട് മേടിച്ചിട്ടില്ല. സ്പിൻ ചെയ്യുമ്പോൾ ഒന്നും കിട്ടില്ല, കോയിൻ കൊടുക്കുമ്പോൾ ഒന്നും. ഫ്രീ സ്പിന്നൊക്കെ കിടക്കുമ്പോൾ കുറേ കിട്ടും. പക്ഷേ ആ കവാൾസ്കേലിയൊക്കെ ഉള്ള പാക്ക് അവർ ഫ്രീ ട്രൈ തന്നില്ല ഗൈസ്. എന്തൊക്കെയാവും, സങ്കടമായി. ഞാൻ വിചാരിച്ച് അത് സർപ്രൈസായിട്ട് കൊണ്ടുവരുന്നതായിരുന്നു. അവർ കൊണ്ടുവരുന്നു പറഞ്ഞിരുന്നു, പക്ഷേ ആ സമയത്ത് കൊണ്ടുവരാൻ നിൽക്കാറില്ല. ഞാൻ ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്തിട്ട് പിന്നും പോയി ലോഗിൻ ചെയ്തതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോൾ ആ വീഡിയോ ഇതായില്ല, കാരണം നെറ്റില്ലാത്തത് കൊണ്ട്. നെറ്റല്ല, എനിക്കൊരു സ്ഥലം വരെ പോകേണ്ടി വന്നു. അതുകൊണ്ട് ആ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. സോറി. എന്തായാലും ഇന്ന് ജൂൺ 1 പക്ഷേ ഈ വീഡിയോ വരിക ജൂൺ 2 കാരണം ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ട് വെക്കാൻ എനിക്ക് മടിയാണ് സത്യം. ശരിക്കും ഞാൻ വലിയ എഡിറ്ററൊന്നുമില്ല, എന്നാലും ഒരു മടി. കണ്ട, ഇതാണ് എൻ്റെ പ്രശ്നം, ഇതാണ് ഈ ടാബിൻ്റെ പ്രശ്നം. നല്ല ലാഗാണ് ഗൈസ്, ക്ഷമിക്കണം. കുറച്ച് നേരം നമുക്ക് ഇമേജുള്ളതൊക്കെ ചേർത്തിട്ട്. പിന്നെ വ്യൂ നോക്കിയാലോ, പൊസിഷൻ ഷിഫ്റ്റ് സെലക്ട് കിക്കർ. ഇതിനൊക്കെയാണ്. എത്ര ഇതാണ് വല്ലാത്തൊരിതായിട്ട്. അയ്യോ പുറത്തേക്ക് പോയി ഗൈസ്. സാരില്ല. ഞാൻ പിന്നെ ഫ്രീ കിക്ക് അടിക്കണതിലൊന്നും വലിയ ആളല്ല. അതൊന്നും കാര്യമാക്കണ്ട. ഫ്രീ ട്രൈ ഒന്നും അല്ല. ഇതൊക്കെ ഞാൻ പറയണേ, ഫ്രീ കിക്കൊന്നും അടിക്കണ ആളൊന്നുമില്ലേ. ഭാഗ്യം ഉണ്ടെങ്കിൽ ശരിക്കും ഇപ്പുറത്തായിട്ട് വലിയ ഭാഗ്യമില്ല. അയ്യോ, റെഡ് ആവല്ലേ. മഞ്ഞ ബൾബുകൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നിങ്ങളെ ക്ലാസ്സിൽ കിട്ടിയോ? ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? എനിക്ക് വലിയ കാര്യമായിട്ട് ഫ്രണ്ട്സിനൊന്നും കിട്ടിയിട്ടില്ല. ഈ എംബാപ്പ അടിപൊളിയാണ്. ഞാൻ എന്തിനാണോ ഇതെല്ലാം ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. യമാല് പിന്നെ എംബാപ്പയ്ക്ക് ഇട്ട് കൊടുക്കാൻ നോക്കട്ടെ. അയ്യോ, കൊള്ളറിന് ഇട്ടെടുത്ത്. അയ്യോ, ഹെഡായി. ഈ കൊള്ളറിനെ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല, ഹെഡ് ചെയ്യിപ്പിക്കലാണ്. ഫോർലൈൻ അങ്ങനെയല്ല. ഫോർലൈൻ ബൈസൈക്കിളൊക്കെ അടിപ്പിക്കുന്നു ഞാൻ. പക്ഷേ ഇടയ്ക്ക് വരുള്ളൂ. ഞാൻ കുറേ ട്രൈ ചെയ്യുമ്പോൾ ഒന്നും വരില്ല. ഞാൻ ട്രൈ ചെയ്യാത്തപ്പോൾ ഒക്കെ വരും. എന്താണോ ലോങ് പാസ് എടുത്ത് 2 പ്രാവശ്യം വെക്കാനൊക്കെ എല്ലാവരും പറയും. അത് ജീവിതത്തൊന്നും വരുന്നുണ്ട്. ഗൈസ് ഓട്ടം കാണണം. അയ്യോ, കണ്ടിട്ടില്ല. ഓക്കെ ഓട്ടം കാണിച്ചില്ല. അയ്യോ ടാക്കിൾ ചെയ്ത് ആടാ പന്നി. സോറി ഗൈസ്, ഞാൻ ഇടയ്ക്കൊന്നും തെറി വിളിക്കലുണ്ട്. അത് കയറ്റിയേക്കണ്ട. സിമ്പിൾ മാറ്ററാണ്. ടാക്കിളൊക്കെ എന്താ പറയുക, ടാക്കിളാകത്ത്. ഗൈസ് ഞാൻ ടാക്കിൾ നിൽക്കുന്നുണ്ട്, പക്ഷേ വേണ്ടപ്പോഴാവണില്ല. ഇതെന്താ പറയുക, കളിക്കണില്ലേ പൊട്ടൻ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ വലിയ പ്ലെയറൊന്നുമല്ല. ഇതാണ് ഞാൻ വലിയ പ്ലെയറല്ലാത്തത് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ അപ്പുറത്ത് കളി തുടങ്ങിയിട്ടുള്ളൂ. കാരണം കുറേ ദിവസമായി കളിച്ചിട്ട് തന്നെ. ഗൈസ് കയറി. ഗൈസ് അവൻ ന്യൂബാണെങ്കിലും എനിക്ക് നല്ല ലാഗ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ കളി പൊട്ടും. കറ എന്തായാലും കളി പൊട്ടും ഗൈസ്. പിന്നെ കറ നിങ്ങൾക്ക് ഗെയിം പ്ലേ ഇഷ്ടാവുണ്ടാവില്ല. സോറി. എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ ഞാൻ എന്തായാലും ആക്കാൻ നോക്കാം. അവരൊന്ന് സഹിക്കുക പ്ലീസ്. ഓക്കെ, അതുവരൊന്ന് സഹിക്കണേ. ഇങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ.
അതെ അതെ ഗൈസ് ഇതുപോലും എന്നെക്കൊണ്ട് നല്ലപോലെ അടിക്കാൻ പറ്റില്ല കേട്ടോ. ഇതുപോലും ഞാൻ നല്ലപോലെ അടിക്കൂല, അങ്ങനത്തെ ഞാനാ. എനിക്ക് ശരിക്കും അടിക്കാൻ അറിയില്ല. ഞാൻ ഫ്രീ കിക്ക് ഇതുവരെ ആയിട്ട് അടിച്ചിട്ടില്ല. ഗോൾ ആയിട്ടൊന്നുമില്ല ഞാൻ അടിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയണത് പയ്യെ ചെറുതായിട്ടേ കേൾക്കുന്നുണ്ടാവുള്ളൂ. അവനെ വലിയ ഒച്ചയിൽ സംസാരിക്കണമാണില്ല, ഇഷ്ടമല്ല. നിങ്ങളുടെ അടുത്തായതുകൊണ്ടാട്ടോ തീരെ ഒച്ചയിൽ സംസാരിക്കാത്തത്. പേടിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ. ഇഷ്ടമാവില്ല. എൻ്റെ ശബ്ദം തന്നെ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. കണ്ട തീരെ ഇഷ്ടമുണ്ടാവില്ല. പിന്നെയൊക്കെ എന്താ നിങ്ങളൊക്കെ ടൂറിന് എങ്ങനെ പോയി? കമൻ്റ് അടിയേ ഗൈസ്. അടിക്കാൻ നോക്കാം. അയ്യോ കയറിയില്ല. അടി പൊട്ടടി കഴുതടി മരക്കഴുതടി നമ്മളെ പൊണ്ണ എന്തൊക്കെ കാണിക്കണമാര് ഗൈസ്. ഇതാണ് പ്രശ്നം. എനിക്ക് അമ്മാതിരി ലാഗാണ് ഗൈസ്. അല്ലെ പിങ്ങാണോ ലാഗാണോ എന്താണോ എന്തെങ്കിലും ആവട്ടെ. പിടിച്ചു. അയ്യോ അയ്യോ ഫൗളായല്ലോ. ഇല്ല ഭാഗ്യമുണ്ട് ഗൈസ്, ഭാഗ്യമുണ്ട്. നമ്മളടുത്ത് ഭാഗ്യമുണ്ട് ഗൈസ്. ഈ കളി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളി നിർത്തേ. കാരണം നമുക്ക് പിന്നെ ഐ മാച്ചുകളൊന്ന് കളിക്കാം. അല്ലാണ്ട് പിന്നെ നമുക്ക് ചടപ്പ് തോന്നുന്നു. പിന്നെ നാളെ ഏതെങ്കിലും ഇവൻ്റ് വരുമ്പോൾ നമുക്ക് കളിക്കാം. നാളെ അല്ല, എന്താ ഒരു 5-ാം തീയതി ഏത് ഇവൻ്റ് വരുന്നുണ്ടെങ്കിൽ കളിക്കാം. ഞാൻ കളിക്കാൻ പറ്റും. പിന്നെ 7-ാം തീയതി നല്ലൊരു ദിവസമാണ് ഗൈസ്. നിങ്ങൾക്കറിയുമോ 7-ാം തീയതി എന്താ പ്രത്യേകത എന്ന്? നിങ്ങൾക്കറിയുമോ? അതെ എൻ്റെ ബർത്ത്ഡേ ബ്രോ ഗൈസ്. 7-ാം തീയതി ഏത് ദിവസം? ശനിയാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ? ശനിയാഴ്ചയാണെന്ന് തോന്നുന്നില്ലേ. ശനിയാഴ്ച ആവില്ലേ? അയ്യോ വെറുതെ പതിനാണോ അവിടെ നിന്ന് അടിപ്പിച്ച് ഗൈസ്. അയ്യോ റെഡ് കാർഡ് ഇട്ടു ഗൈസ്. പിന്നെ ഞാൻ കുറേ പ്രാവശ്യം അയ്യോ പോയോ അയ്യോ ആ പറഞ്ഞോണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ട്. ആരംഭോ അമ്പോ. സോറി ഗൈസ്, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അയ്യോ ഗൈസ്. നെയ്മർ ഫാൻസ് ഉണ്ടോ? പക്ഷേ ഞാൻ നെയ്മർ ഫാനല്ല, ഞാൻ മെസ്സി ഫാനാണ്. അർജൻറ്റീന വാമോസ്. അർജൻറ്റീന ഫാനാണ് ഗൈസ്. പക്ഷേ എനിക്ക് ചില അർജൻറ്റീന ഫാൻസ് നിൽക്കാൻ ഇഷ്ടമല്ല. അമ്മാതിരി പട്ടികളാണ്. മറ്റുകളൊക്കെ സ്വഭാവം എന്താണെന്ന് പറയുക, ഈ വെറുപ്പിക്കും, എല്ലാവരും വെറുപ്പിക്കും ഗൈസ്. അറിയാലോ, ഞാൻ ന്യൂബിഡ ആണ്. എനിക്കറിയാം, നിങ്ങൾക്കറിയുമോ എനിക്കറിയില്ല. വലിയ ടീമൊക്കെ ഉണ്ട് സത്യം, പക്ഷേ ന്യൂബിഡ മല ന്യൂബിഡയാണ്. ഞാൻ ഇങ്ങനെ കൊടുത്ത് കളിക്കുക. ഇത് എനിക്ക് കളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനൊരു മാച്ച് കളിച്ച് കാണിച്ചു തരാം. അത് നോക്കി പറയും നിങ്ങൾ ഏതാണ്. ഞാൻ ശരിക്കും കളിക്കാൻ അറിയാത്തതാണോ? ചെറുതായിട്ടൊന്നും അറിയില്ല, ചെറുതായിട്ട് അറിയാം കളിക്കാൻ. എന്നാലും ഒരു പൊട്ടത്തിലുണ്ടാവും കളി. പറയും എനിക്ക് ശരിക്കും കളിക്കാൻ പറ്റാത്തതാണ് കേസ്. ഈ മാച്ച് ഞാൻ സൂപ്പർ സ്റ്റാർ ഇട്ടിട്ട് കാണിച്ചു തരാം. ശരിക്കത്തെ പ്ലേയേഴ്സിൻ്റെ ഓരോണ്ടാവും. പിന്നെ വലിയ ടീമുണ്ട് വിചാരിച്ചിട്ട് വലിയ പ്ലെയറാണെന്ന് അതിൻ്റെ വലിയൊരു ഇതാണ്. എനിക്ക് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ ഒരാളായിട്ട് എന്നെ കാണിച്ചു കൊടുക്കും. കളിക്കാറില്ല, പക്ഷേ വലിയ ടീമൊക്കെ ഉണ്ട്. ലക്ക് കുറേ കിട്ടും. അതാണ് കൊളാമിൻ്റെ പ്രശ്നം. കളിക്കാറിയാത്തവർക്ക് മാത്രമൊക്കെ കൊടുക്കും.
അത് എല്ലാവരും വരലുണ്ട്. കളിക്കാരായത് ഈ പൊട്ടനിക്കൊക്കെ എന്തിനാണോ എല്ലാവരും അല്ല കൊണാമി ഇങ്ങനെ കൊടുക്കണമെന്നൊക്കെ. നമുക്കെല്ലാം അറിയൂ നമ്മളെ ടാബിൻ്റെ അവസ്ഥ. ഗൈസ് പിന്നെ ഞാൻ പറഞ്ഞവർക്കറിയില്ല, ഞാൻ ഉപയോഗിക്കുന്ന ടാബാറ്റോ, അതുകൊണ്ടാണ് ചെറുത്. ഈ പക്ഷെ പുതിയ ടാബൊന്നുമല്ല, 2 GB പണ്ടത്തെ ടാബ്, കുറച്ച് പണ്ടത്തെ ടാബാണ്. ഒരു 2 GB ഗൈസ് അത്ര ഉള്ളൂ. ഗൈസ് പിന്നെ ഈ വീഡിയോ കാണുകയാണ് ഓക്കെ. ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ട് കളിക്കുക ഗൈസ്. പിന്നെ നല്ല പണിയാണ് കളിക്കുക. നിങ്ങൾക്ക് തന്നെ ഒന്നും മനസ്സിലാവണില്ല, മനസ്സിലാവുന്നുണ്ടാവില്ല ഞാൻ എന്താ കാണിക്കണമെന്ന് തന്നെ. അത്രയും ലാഗുണ്ട് ഗൈസ്, അതുകൊണ്ടൊക്കെയാണ് എനിക്ക് കളിക്കാൻ പറ്റാത്തത്. ഞാൻ മാച്ച് കളിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണോ അതാണോ കുറച്ചും കൂടി ബെറ്റർ? അങ്ങനെ മാച്ച് കളിക്കണ മാത്രം വീഡിയോ ആണ്ടാ ഈ ഫോണിൽ അല്ല ഈ ടാബിൽ. മറ്റേതൊക്കെ മറ്റേ ഫോൺ കിട്ടുമ്പോൾ കാണിക്കുക പോരെ. ആണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഡിഫറൻസ്. അല്ല ഇപ്പോൾ ഈ ഭാഗമായിട്ട് ഗൈസ് കളി ചെയ്യാനായി. ഇപ്പോൾ നോക്കണ്ട, എന്തായാലും കളി പൊട്ടി ഗൈസ്, കളി പൊട്ടി. അമാതിരി ലാഗായിരുന്നു. ഞാൻ എന്ത് പറയാനാണ്, ഒന്നും പറ്റണമില്ല, മാതിരി ലാഗ് ഗൈസ്. ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, വെയിറ്റ്, എനിക്ക് കുറച്ചൊരു പണിയുണ്ട്.